UK മൊത്തം ഇപ്പൊ ക്രിസ്മസ് വൈബിലാണ്. സോ ലെറ്റ്സ് വൈബ് ടുഗദർ. ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാൻസ് വേൾഡ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയി. സോ ഞാൻ എന്റെ ക്രിസ്മസ് ട്രീ, ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ആൻഡ് UK വന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താ. അപ്പൊ ശരി, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അങ്ങനെ ഇതാ ഞാൻ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നിരിക്കുന്നു. ഓൾസോ അതിൻ്റെ കുറേ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. ആൻഡ് ഓപ്പൺ ചെയ്തപ്പോൾ അത് 2 പീസസിലായിരുന്നു ഉള്ളത്. സോ അതിനൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് അത് എങ്ങനെയാണ് വെക്കുക എന്നതൊക്കെ കണ്ടുപിടിച്ചു. ഏകദേശം കുറച്ച് പാടുപെട്ടിട്ട് തന്നെയാണ് ഞാനിത് ഓപ്പൺ ചെയ്തതും. ഈ കുറേ അധികം ലീവ്സ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ആദ്യം ഓപ്പൺ ചെയ്തെടുത്തു. കുറച്ചൊക്കെ ഞാൻ ക്ഷീണിച്ചു പോയി, പക്ഷേ സ്റ്റിൽ ഇതൊരു നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് ഞാനിങ്ങനെ മുന്നിട്ടിറങ്ങിയതാണ്. പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി ക്രിസ്മസ് ട്രീ വെക്കാനും വാങ്ങിക്കാനും വെക്കാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ലേറ്റായിപ്പോയി. ഇനി ആകെ 3 ദിവസമുള്ള ക്രിസ്മസിന്, ബട്ട് സ്റ്റിൽ അതൊന്നും കാര്യമില്ല, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. സോ ക്ഷീണിച്ച എന്നെയാണ് നിങ്ങൾ കാണുന്നത്. നാട്ടിൽ പൊതുവെ അങ്ങനെ ക്രിസ്മസ് അത്രയ്ക്കൊന്നും ആഘോഷിച്ചിട്ടില്ലെങ്കിലും UK വന്ന സമയത്ത് ആദ്യത്തെ വർഷം നല്ലോണം ആഘോഷിച്ചു. ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് എല്ലാ ലെയേഴ്സും ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദിസ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ഗൈസ്, ട്രസ്റ്റ് മീ. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഓൾറെഡി ഓപ്പൺഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് വളരെ പേഷ്യൻസ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു കെൻ ഗോ ഫോർ ദിസ്. ഹൈലി റെക്കമെൻഡ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്തായിരുന്നു, വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ക്രിസ്മസ് തന്നെ ഒരു ഗ്രാൻഡ് ആയതുകൊണ്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്ലിറ്ററി ജിംഗിൾ ബെൽസ്. ഇതാണ് ആ സാധനം, ഞാൻ തേടിക്കൊണ്ട് നടന്ന ആ സാധനം ഇതാണ്. എനിക്ക് ഭയങ്കര ക്യൂട്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബൾബില്ലേ, ചെറിയ ചെറിയ ബൾബ്സ്, അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്ക് എല്ലാ ഗോൾഡൻ ബോൾസ്, എല്ലാ കളറുള്ള ബോൾസ് ഒക്കെ നമുക്ക് ആദ്യം ഈ നൂലിൽ, ഈ ത്രെഡിൽ കെട്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇറ്റ് വിൽ ബി മോർ ഈസിയർ. ഓക്കെ, ഇതിങ്ങനെ ടൈം ലാപ്സിലിട്ട് കാണിക്കുമ്പോൾ, സ്പീഡൊക്കെ കൂടി കാണിക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത്തിരി കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ചെയ്ത് തീർത്തു അവസാനം. വളരെയധികം സന്തോഷം തരുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ ഉള്ളൊരു ഭയങ്കര ഒരു ഫീലാണ് ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ. പൊതുവെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ UK ക്രിസ്മസ് ഭയങ്കര വലിയൊരു ആഘോഷമാണ്. ആൻഡ് എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് ഫുൾ പൈസ ഒരു ഫുൾ സ്പെൻഡ് ചെയ്യും. ആ ഒരു ഫുൾ ഇയറത്തെ ഫുൾ മണി അവർ സ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ ഫുൾ അടിച്ചു വയ്ക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ മൊത്തം കാലിയാക്കുന്ന പരിപാടികൾ ഉണ്ടോ? കുറച്ച് സംശയമാണ് അതിൻ്റെ കാര്യത്തിൽ. ഉണ്ടെങ്കിൽ കമൻറ്റിൽ നോക്കാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അവസാനം ഏകദേശം ഒരു കണക്കിൽ അങ്ങോട്ട് ചെയ്തു. എല്ലാ ലേയേഴ്സും ഒരേപോലെ ആദ്യം ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു റാൻഡമായിട്ട് ചെയ്താൽ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്കിലാണ് നമ്മളിപ്പോൾ. ഇതാ
ക്രിസ്മസ് ട്രീ വിത്ത് എ സ്നോമാൻ. ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. ലൈറ്റിന്റെ കുറച്ച് പണികളുണ്ട്, പക്ഷെ ലൈറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, അത് ഇതുവരെ വന്നിട്ടില്ല. സോ മേ ബി ക്രിസ്മസിന് മുമ്പ് വരുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ. സോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറയുക. നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എല്ലാം കൂടെ വീഴുമോ എന്നൊരു പേടിയുണ്ട്. ഇതായിരുന്നു എൻ്റെ കുട്ടി വീഡിയോ ഫോർ ക്രിസ്മസ്. ഹോപ്പ് യു എൻജോയ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നാൻസ് സൈനിങ് ഓഫ്. മെരി ക്രിസ്മസ്. അപ്പൊ ശരി, പിന്നെ കാണാട്ടോ.